നമസ്കാരം. നമസ്കാരം. നമ്മളെ ചേർത്തലയിലെ മെഹർ എന്ന കുഴിമന്തിക്കടയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായല്ലോ ഇപ്പം. ഉം. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാ അതിനെ കാണുന്നത്? അതിനെ കാണുന്നത് വളരെ ആസൂത്രിതമായിട്ട് തന്നെ നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്. അതിപ്പോൾ ഈ മെഹർ എന്നുള്ളൊരു കുഴിമന്തിക്കടയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം മാത്രമല്ലത്. ഉം. അതിനെക്കുറിച്ച് ഒരു മറുവാദം പറയുന്നത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. ആ കടയുടമ പരസ്യം പിൻവലിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷേ അത് ആസൂത്രിതമാണെന്ന് ഞാൻ പറയുവാനുള്ള കാരണം ഇതേപോലുള്ള ഒരു 7-8 പരസ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പല കടകളിലായിട്ട് അത് ബിരിയാണിയാകാം, തലശ്ശേരി ബിരിയാണിന്നോ അത്തരത്തിലുള്ള പേരുകളിലായിട്ടുള്ള കുഴിമന്തിക്കടയാണെങ്കിലും ഗ്രില്ലുകളുടെ ഇതാണെങ്കിലും അത് നമുക്ക് സാധ്യമാകുമെങ്കിൽ ആ ചിത്രങ്ങൾ എഡിറ്റർമാർ ഈ ഒരു ചർച്ചയ്ക്കൊപ്പം തന്നെ അത് പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകരുടെ അറിവിലേക്കായി പ്രദർശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പറഞ്ഞു അതിലെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം. AI-യിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രവും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല രണ്ടുപേർ നിർമ്മിക്കുന്ന. കാരണം അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഒരുപോലെ കൊടുത്താൽ പോലും AI പലപ്പോഴും ഒരേ പ്രോംപ്റ്റിനെ തന്നെ 2 തവണ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു വരും. പക്ഷേ ഇതിലുള്ള ഉണ്ണികൃഷ്ണൻ്റെ ചിത്രങ്ങളെല്ലാം ഏതാണ്ട് ഒരേപോലുള്ള ഒരേ മുഖഭാവങ്ങളോടുകൂടി കൊതിയോടുകൂടി നോക്കിയിരിക്കുന്ന മുഖഭാവം എന്നുള്ളത് പോലും പലപ്പോഴും അതേ വലിയ കണ്ണുകളും ഒക്കെയായി നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇത് ഏതാണ്ട് ഒരു ആസൂത്രിതമായി തന്നെ ചെയ്തൊരു പദ്ധതിയുടെ ഭാഗമായി പുറത്തു വന്ന പരസ്യമാണെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പലപ്പോഴായി കാലാകാലങ്ങളിൽ ഈ വിഭാഗക്കാർ, അതായത് നമ്മൾ ജിഹാദികളെന്ന് വിളിക്കുന്ന വിഭാഗക്കാർ നമ്മുടെ പൊതുസമൂഹത്തിൽ പരസ്പരം പലപ്പോഴും ഒരു പരീക്ഷണങ്ങളായി ചെയ്യാറുണ്ട്. അവർ ഇതിൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ആദ്യം ബേക്കറി ലഹള നടത്തി മുട്ട പപ്സും മറ്റുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതിന് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥരുടെ വിശ്വാസങ്ങളെ ചെറുതായി അധിക്ഷേപിച്ചു തുടങ്ങും. ഒടുവിൽ അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെയോ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെയോ ഇടയിൽ തന്നെ ഇത്തരം അധിക്ഷേപങ്ങളുമായിട്ട് വരും. ഇതിനും കാര്യമായിട്ടുള്ള എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ താമസിയാതെ ഇത് വളർന്ന് കശ്മീരിലുണ്ടായതുപോലെ റലീവ് ഗലീവ് ചെലീവ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വളരും. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായി നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇതൊരു മതനിന്ദ തന്നെയാണ്, ഒരു സംശയവും വേണ്ടതില്ല. അപ്പൊ ഈ കടയുടമ അതിനു വേണ്ടി മാപ്പൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നല്ലോ. പിന്നെ വീഡിയോയിലൊക്കെ വന്നല്ലോ അത്. പിന്നെ കൂടാതെ പോലീസ് ആണെങ്കിൽ കേസ് എടുക്കുകയും പിന്നെ അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പ്രശ്നം തേഞ്ഞു മാഞ്ഞു പോയോ? എങ്ങനെയായിരിക്കും തോന്നുന്നത്? ഈ ഒരു പ്രശ്നം തേഞ്ഞു മാഞ്ഞു പോകുവാൻ വേണ്ടി തന്നെയാണ് കടയുടമ മാപ്പ് പറഞ്ഞതും പോലീസ് കേസ് എടുത്തിട്ട് അയാളെ വിട്ടതും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതും. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്, ഈ കടയുടമയുടെ മേൽ. ഈ മാപ്പ് സംബന്ധിച്ചുള്ള വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മെഹർ എന്നുള്ള ആ സ്ഥാപനം, ഭക്ഷ്യശാല പോർക്കിൻ്റെ എന്തെങ്കിലും വിഭാഗം തുടങ്ങി പോർക്കിൻ്റെ അനിമേറ്റഡ് രൂപം ഏതാണ്ട് എഴുന്നേറ്റ് നിന്ന് മാപ്പ് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെയാണ് മനസ്സിലായത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണെന്ന്. അത് അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാപ്പ് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ മാപ്പിൻ്റെ വീഡിയോ പുറത്തു വന്നത്. അവരുടെ കച്ചവട സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ അവരുടെ ആസൂത്രിതമായ പദ്ധതി പാളിപ്പോയെന്നോ വിചാരിച്ചിട്ടല്ല അവർ ഈ മാപ്പ് പറയുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, ചേർത്തല തുറവൂർ പ്രദേശത്ത് RSSൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. അത് മാത്രമായിരുന്നെങ്കിൽ പോലും അവർ മാപ്പ് പറയില്ലായിരുന്നു. ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല കേരള പോലീസ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിലുള്ളത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് കേരള പോലീസിൻ്റെ നിയന്ത്രണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായി രൂക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിൽക്കാത്ത തലത്തിലേക്ക് ഇത് വളരുവാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല, രാജ്യവ്യാപകമായി ഇതിനെതിരെ ഒരു പ്രതിഷേധം ഇത്ര ആസൂത്രിതമായി അവർക്കെതിരെ ഉണ്ടാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ കട ഇനി നാളെ പൂർണ്ണമായും ആരെങ്കിലും അടിച്ചു തകർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ജിഹാദി ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ആ മാനേജ്മെൻറ്റിനെയും അതിൻ്റെ ഉടമസ്ഥനെയും സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാശങ്കയുമല്ല അവരെ ഈ മാപ്പ് പറയുവാൻ പ്രേരിപ്പിച്ചത്. അവർ മാപ്പ് പറഞ്ഞത് ഈ 2 ഘടകങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഒന്ന്, ചേർത്തല തുറവൂർ ആ പ്രദേശങ്ങളിലെ RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ ശക്തമായൊരു സാന്നിധ്യം. 2, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് ഇപ്പോൾ പോലീസ് എന്നുള്ള വസ്തുത. പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിലില്ലാത്തൊരവസ്ഥയായിരുന്നു കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ അവർ 2 പോസ്റ്ററും കൂടി ഇറക്കിയേനെ. RSSൻ്റെ സാന്നിധ്യം എത്ര ശക്തമായിട്ട് ആ പ്രദേശത്തുണ്ടെങ്കിൽ പോലും അവരിറക്കിയേനെ, അതിനെ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചേനെ. അതുമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥ
ഉണ്ടാക്കിയെടുത്തേനെ. ആ സംഘർഷത്തിൽ കേരള പോലീസ് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെയും നിർദ്ദേശപ്രകാരം ഇവരുടെ ഒപ്പം ഈ ജിഹാദി ആവാസ വ്യവസ്ഥയോടൊപ്പം നിന്നേനെ ഈ പ്രശ്നത്തിൽ വീണ്ടും ഹിന്ദുക്കൾ അപമാനിതരായി തോറ്റ് പിന്മടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തേനെ. അതിനുള്ള കാരണക്കാർ കേരളത്തിലെ ഹിന്ദുക്കൾ വോട്ടർമാരാണ്. ഇത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്ന പരിപോഷിപ്പിക്കുന്ന സർക്കാരുകളെ മാറി മാറി, അത് പിണറായി വിജയനാണെങ്കിലും ശരി, വി ഡി സതീശനാണെങ്കിലും ശരി, കെ സി വേണുഗോപാലാണെങ്കിലും ശരി, ആര് വന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാലും ഇവരെ പരിലാളിച്ച് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു രീതിയെ അവർ സ്വീകരിക്കുകയുള്ളൂ. കേരളത്തിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ഭരണത്തിൻ്റെ കീഴിൽ അധികാരമുള്ളിടത്തോളം, പോലീസിൻ്റെ അധികാരമുള്ളിടത്തോളം കാലം പരിതാപകരം തന്നെയായിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അതിൽ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് രാമായണത്തില് ശ്രീരാമൻ ഇറച്ചി കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് വാൽമീകി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഇതിനെ ന്യായീകരിക്കാനായിട്ട് കുറച്ച് ശ്രമമൊക്കെ നടത്തുന്നതായിട്ട് കണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ്സ്. എന്താ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ എന്തായാലും സാന്ദർഭികമായിട്ട് ചോദിച്ചത് നന്നായി. ആ കമൻറ്റുകൾ ഒരുപാടെണ്ണം ഞാൻ കണ്ടിരുന്നു. അതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള, എന്നാൽ കൗതുകകരമെന്നും വേണമെങ്കിൽ പറയാവുന്നൊരു വസ്തുത, പലപ്പോഴും ഹിന്ദു നാമധാരികളായിട്ടുള്ള, ചിലതൊക്കെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആളുകളാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇസ്ലാം മതത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ച് ഞാൻ കണ്ടില്ല. ഇവരൊക്കെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇവരെല്ലാം പല തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് സാന്ദർഭികമായ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ. ഈ ബ്ലോഗുകൾ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഒരു 2010 കാലഘട്ടത്തിലേക്ക്. ആ സമയത്ത് ഈ ഇസ്ലാം മത വിമർശനം വളരെ കാര്യക്ഷമമായി തന്നെ ക്രിയാത്മകമായി ബ്ലോഗുകളിലൊക്കെ നടന്നിട്ടുണ്ട്. ഞാനൊക്കെ അതിൽ കാര്യക്ഷമമായി പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ ഈ അസഭ്യവർഷങ്ങൾ വളരെ കുറവായിരുന്നു. താരതമ്യേന ഇന്നത്തെ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അന്ന് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ മറുവശത്ത് നിന്നുള്ള വാദങ്ങൾ പലപ്പോഴും ഉയർന്നു വരും. അതായത് ഇസ്ലാം മതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ലേഖനം നമ്മൾ എഴുതിയാൽ അതിന് മറുവാദമായി വരുന്നത് ഹിന്ദു മതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരിക്കും. പേര് നോക്കിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു സംവാദം നടക്കാറുണ്ട്. അത്തരത്തിൽ രസകരമായിട്ടുള്ളൊരു സംവാദം നടന്നു കൊണ്ടിരിക്കെ ഒരു വ്യക്തി, പലപ്പോഴും വ്യാജ ആരോപണങ്ങൾ ഇതുപോലെ ഉന്നയിക്കപ്പെടാറുണ്ടായിരുന്നു. ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചു. ഇസ്ലാം മതത്തിൽപ്പെട്ടൊരു വ്യക്തി ഉന്നയിച്ച ആരോപണം വളരെ രസകരമായിരുന്നു. വേദം കേൾക്കുന്ന ക്ഷുദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്ന് ആദിശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വാദം പുള്ളി ഉന്നയിച്ചു. അതിന് മറുപടിയായിട്ട് അക്കാലത്ത് വളരെ രസികനും എന്നാൽ നല്ല അറിവുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുള്ളതുകൊണ്ട് വീണ്ടും അതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല. ആ വ്യക്തി പറഞ്ഞൊരു മറുപടി, ശങ്കരാചാര്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിൻ്റെ അമ്മയ്ക്ക് കുഴിവെട്ടിയ നിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ശങ്കരൻ പറഞ്ഞു കാണും. അതായത് ശങ്കരാചാര്യർ പറയാത്തൊരു കാര്യമാണ് ഒരു വ്യാജ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലുള്ളൊരു ഉത്തരമാണ് ഇവിടെ അർഹിക്കുന്നത്. കാരണം വാൽമീകി ശ്രീരാമനോ സീതയോ എന്തിന് രാവണൻ പോലും മാംസഭക്ഷണം കഴിക്കുന്ന കാര്യം വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും ഒരു സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള രത്നാകരൻ ചിലപ്പോൾ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രത്നാകരൻ രാമായണത്തിനെ വ്യാഖ്യാനിച്ച് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമൻ മാംസം കഴിച്ചു, രാമനുമായി വിവാഹം കഴിക്കുമ്പോൾ, അത് ഇസ്ലാം മതക്കാരും പലപ്പോഴും പറയാറുണ്ട്, വിവാഹം കഴിക്കുമ്പോൾ സീതയ്ക്ക് 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറയുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതിലേക്ക് വരാം നമുക്ക്. അത് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളെല്ലാം കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്യുന്ന ഒരു ദുരുദ്ദേശത്തെ അല്ലെങ്കിൽ ഒരു കുകൃത്യത്തെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി രാമൻ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുകയാണ്. ശ്രീരാമൻ്റെ കാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനുമെല്ലാം ഇറച്ചി കഴിച്ചിരുന്നു. പക്ഷേ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഏതെങ്കിലും അമ്പലത്തിൽ വിഷ്ണുവിനെ പൂജിക്കുന്ന സമയത്ത് ഇറച്ചി കൊണ്ടുവച്ചിരുന്ന നിവേദിച്ചിരുന്നതായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്നാൽ ഹിന്ദു ദൈവങ്ങളുടെ ഒരു മറുവശം എടുത്തു കഴിഞ്ഞാൽ കണ്ണപ്പൻ്റെ കയ്യിൽ നിന്ന് ഇറച്ചിയും മദ്യവും നിവേദ്യമായി സ്വീകരിച്ച് കണ്ണപ്പനെ അനുഗ്രഹിച്ച ശിവൻ്റെ കഥയും ഹിന്ദു മതത്തിലുണ്ട്. പക്ഷെ അത് സാന്ദർഭികമാണ്, എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്നതല്ല.
കണ്ണപ്പൻ്റെ അറിവില്ലായ്മ കൊണ്ടും കണ്ണപ്പൻ്റെ ലഭ്യമായ ഒരു വസ്തുക്കളുടെ ആ കാലഘട്ടത്തിൽ കണ്ണപ്പൻ ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ലഭ്യമായ വസ്തുക്കൾ ഇതൊക്കെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസമാണ്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടത്. അതാണ് അദ്ദേഹം ശിവൻ അർപ്പിച്ചിരുന്നത്. അതും ഭക്തിയോടുകൂടിയാണ്. ഭക്തിഭാവനയോടുകൂടി എന്തർപ്പിച്ചാലും ഭക്തിഭാവനയോടുകൂടി ആയിരിക്കണം. അല്ലാതെ ശിവനെ അപമാനിക്കുവാനുള്ള, ശിവനിലുള്ള വിശ്വാസത്തെ, മറ്റൊരാളുടെ വിശ്വാസത്തെ അപമാനിക്കുവാനുള്ള തരത്തിലാകരുത് ഇത് ചെയ്യുന്നത്. ഒരു തരത്തിലും വിഷുദിനത്തിൽ ഒരു അന്യമതസ്ഥൻ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഇത്തരമൊരു സ്വാതന്ത്ര്യം എടുത്തത് ഭക്തിഭാവേന അല്ല. അല്ലെങ്കിൽ ആ വ്യക്തി പറയണം ഞാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനാണെന്ന്. അതിനുള്ള തണ്ടലിനുറപ്പ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം പിൻവലിച്ച് ആ വ്യക്തിയോട് ഞാൻ മാപ്പ് പറയാം. ഈ മാപ്പ് പറഞ്ഞ് ഒരു വീഡിയോ പുറത്തു വിട്ടൊരു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ പോർക്കാണെന്ന് തോന്നിയെന്നുള്ളൂ, പോർക്കിൻ്റെ അനിമേഷനാണെന്ന് തോന്നിയുള്ളൂ. ആ വ്യക്തി ഇത് പറയുകയാണ്, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനാണ്, പൂർണ്ണമായ ഭക്തിയോടുകൂടിയാണ് ഞാൻ ഈ കുഴിമന്തി ഭഗവാന് നിവേദിച്ചത് എന്ന് അദ്ദേഹം പറയട്ടെ. പറഞ്ഞാൽ ഞാനത് സമ്മതിക്കാം, ഈ പറഞ്ഞതെല്ലാം പിൻവലിച്ച് മാപ്പും പറയാം. അതവർ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അപമാനിക്കുവാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. അതിനെ സാധൂകരിക്കാനാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ രത്നാകരൻ ഉണ്ടാക്കിയ രാമായണത്തിൻ്റെ വ്യാഖ്യാനവുമായിട്ട് പിണിയാളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ അഴിച്ചു വിട്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. ഇപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഹിന്ദു സമുദായത്തിനെതിരെയുള്ള ഒരു നീക്കം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഇത് ഹിന്ദു സമുദായത്തിനെതിരെയുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ്. കാലാകാലങ്ങളായിട്ട് ഹിന്ദു സമുദായത്തിനെതിരെ മാത്രമല്ല, ഇറാഖിലൊക്കെ യസീദികൾക്കെതിരെയും ഇങ്ങനെ തന്നെയാണോ അവർ തുടക്കം കുറിച്ചിരുന്നത്. കാരണം അവരുടെ ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അവരുടെ വിശ്വാസങ്ങൾക്കുള്ള എതിർത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക, പിന്നെ അതിനെ അപമാനിക്കുക, ഒടുവിൽ ആ വിശ്വാസങ്ങളെ തടയുവാൻ ശ്രമിക്കുക, ഒടുവിൽ പൂർണ്ണമായിട്ടുള്ള ഭീകരവാദത്തിലേക്ക്, ഒരു വംശഹത്യയിലേക്ക് പോവുക. യസീദികൾക്ക് സംഭവിച്ചതും അത് തന്നെ, കാശ്മീരിൽ സംഭവിച്ചതും അത് തന്നെ, ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതും അത് തന്നെ. പൂർണ്ണമായും ഒരു വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണം തന്നെയാണിത്, ഒരു സംശയവും വേണ്ട. ഇത് ഒരു മാപ്പ് പറച്ചിൽ ഒതുക്കിയാൽ അതിൻ്റെ ഫലം, തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹം തന്നെയായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.